ഏറ്റെടുക്കുന്നതിന് വരെയും എനിക്കേ പ്രശംസയുള്ളൂ. ഇപ്പോൾ സമസ്തക്കാണ്, ഞാൻ സമസ്തക്ക് വേണ്ടി ചെയ്തതുമാണ്. എനിക്കിനി പ്രശംസന് ആവശ്യമില്ല. എനിക്ക് ഇന്ത്യ പ്രസ്ഥാന സമസ്തയാണ്. സമസ്ത ഏറ്റെടുക്കൽ എനിക്ക് ഉദ്ദേശമുള്ളൂ. സമസ്ത ഏറ്റെടുത്തു, മതി. അൽഹംദുലില്ലാ. അത് സമസ്തക്കുള്ള പണി അങ്ങനെ. നമ്മളെപ്പോലത്തെ സാധുക്കളായ ആളുകൾ പഠിച്ച് ഗവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ആരുടെ മുന്നിൽ വെക്കും? ബഹുമാനപ്പെട്ട സമസ്തയുടെ മുന്നിൽ വെക്കും. അങ്ങനെ അവർ പഠിച്ചു. പല ആളുകളും എൻ്റെ അടുത്ത് വന്നു, ഇതിന്റെ ഗൗരവങ്ങൾ എന്നോട് ചോദിച്ചു. അവർക്ക് റിപ്പോർട്ടുകൾ ഞാൻ കൊടുത്തു. അവർ പഠിച്ചു, അവർ സമസ്തയുടെ ആലിമീങ്ങളെ മുന്നിൽ വെച്ചു. ഈ വസ്തുതകൾ സത്യമാണ്, സമസ്തയെ വിലയിരുത്തി. അല്ലാതെ ഇവിടെ സമസ്തക്ക് ഓരോ ഹോസ്റ്റലിൽ ഇറങ്ങിപ്പോയി വയസ്സന്മാരായ ആളുകൾക്ക് ഓരോ നാട്ടിൽ പോയി ഇത് പഠിക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴത്തെ കഴിയും. നമ്മൾ സമസ്ത ഏറ്റെടുക്കുന്നതിന് വരെയുള്ളൂ. ഇപ്പൊ റിലേയിലെ കമ്പ് പിടിച്ച് നിങ്ങൾ ഓടുന്നത് അടുത്ത ആളത് ഏറ്റെടുക്കുന്ന വരെ. അയാൾ ഏറ്റെടുത്ത പിന്നെ നിങ്ങൾക്ക് പേരെയൊക്കെ മടങ്ങാലോ. കപ്പ അയാൾ വാങ്ങട്ടെ. നമ്മൾ കപ്പ വാങ്ങലല്ലോ ഉദ്ദേശം. നമ്മൾ പാർട്ടി കഴിക്കലല്ലേ. സമസ്ത കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഇത് കടത്തിക്കൂട്ടാൻ സമ്മതിക്കൂല. ഞങ്ങളൊക്കെ ജീവനോട് കൂടെ സമ്മതിക്കൂല. നമ്മളെ കളി അത് നമുക്ക് അവിടുന്ന് നോക്കാം. എന്തൊക്കെ ചീത്ത പറഞ്ഞ് പിരാന്ത് ആലിമീങ്ങളെ വഹാബിയാക്കണം, കണ്ടോരൊക്കെ വഹാബിയാക്കണം. ഓനും എൻ്റെ ഓളും മാത്രമേ സുന്നിയുള്ളൂ, ബാക്കിയൊക്കെ വഹാബി. ഇനി ഞാൻ വല്ലതും പറഞ്ഞു. എൻ്റെ പെണ്ണുങ്ങളെ കുടുംബക്കാരനോട് വന്ന് പറഞ്ഞു, അതിന് നമുക്ക് മറുപടി ചോദിക്കണം. ഞാൻ പറയാം, എങ്ങനെയുണ്ട മറുപടി നമ്മൾ കൊടുത്താൽ കൊടുക്കും, റബ്ബ് കൊടുത്താലേ കണക്കാവുള്ളൂ. ആ പെണ്ണുങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരു ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കല്യാണം കഴിച്ചവരെ ആക്ഷേപിക്കപ്പെട്ടു. ഞാൻ പെണ്ണുങ്ങളെ കൊണ്ട് ചാടിയതല്ല. പള്ളിയിൽ കുടുംബം കൂട്ടം വന്നിട്ട് എന്ത് ചെയ്തതാണ്, പള്ളിയിൽ രജിസ്റ്ററിൽ ചേർത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങനെ നിന്നാൽ കല്യാണത്തിൽ കൂടിയ ഡസൻ കണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഇതിൽ പ്രശ്നം ഉണ്ടാവും. ഓലിൻ്റെ അടുത്ത് വന്നു, നമ്മൾ ചോദിക്കാൻ പോകുകയാണ്, നിങ്ങൾ വേണ്ടാറോ? പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കിട്ടൂലല്ലോ. കിട്ടും. പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കിട്ടുമോ? കെട്ടിക്കണേ. അപ്പൊ കെട്ടിച്ചോൽക്കല്ലേ പ്രധാന ഉത്തരവാദിത്വം. അതും പറഞ്ഞു. ഞാൻ മറുപടി അറിയില്ല. ഞാൻ മറുപടി കുറയും. റബ്ബാണ് മറുപടി കൊടുക്കുന്നത്. പെണ്ണിനെ കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ചാടി എന്ന് പറഞ്ഞാൽ ഓക്കെ, ചാടികൾക്കൊന്നും പ്രശ്നമല്ല. നട്ടപ്പാതിരൊക്കെ പെണ്ണുങ്ങളെ പരിന്ന് അന്യ പെണ്ണുങ്ങളെ പരിന്ന് പിടിക്കപ്പെട്ടവരുണ്ട്. ഓൽക്കും പ്രശ്നമില്ല. ഓലും നേതാക്കന്മാർ തന്നെയാണ്. ഹലാലായ കല്യാണം കഴിച്ച് അതൊന്നും ആക്ഷേപിക്കപ്പെട്ടു, മറ്റു പ്രശ്നമില്ല. നട്ടപ്പാതിരക്ക് അന്യ പെണ്ണിന്റെ പുരയെന്ന് നാട്ടുകാർ കൂടി പിടിച്ചോരുണ്ട്. അവര് ബഹുമാനപ്പെട്ട നേതാക്കളായി ബലസനുണ്ട്. എന്റെ പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നേരത്തെ റേഷൻ പരിഹാരത്തേക്ക് ചോദിച്ചിട്ടില്ല. എന്റെ റബ്ബിന്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. റഹ്മത്തു അംസാജി എന്നല്ല. റഹ്മത്തു അംസാജിനാണെങ്കിൽ അംസാജി മരിച്ചുപോയി. റഹ്മത്തു അംസാജി അല്ല, റഹ്മത്തുള്ള ഒരിക്കലും മരിക്കാത്ത ആളാണ് എനിക്ക് റഹ്മത്ത് തരിക. എനിക്കിതിൽ ഇന്ത്യ പ്രസ്ഥാന സമസ്തയാണ്. സമസ്ത ഏറ്റെടുത്തു, എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ബാക്കി സമസ്തയും അതിനെ തീരുമാനം എടുക്കാൻ അവർ യോഗ്യരും. സമസ്ത യോഗ്യമായ പ്രസ്ഥാനമാണ് ഇപ്പോഴും. അത് യോഗ്യം തന്നെ. അത്രയും എനിക്ക് മാനസികമായി വളരെ വലിയ വിഷമമുണ്ടായിരുന്നു. എന്നോട് സമസ്തയെ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിലുമ അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, വിഷമം കൊണ്ട്. പക്ഷെ അവർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഒരു കൗണ്ടറിന്റെ ബാക്കിൽ ക്യൂവിൽ 10ാമത്തെ ആളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിൽ നിന്ന് കിട്ടേണ്ട നമുക്ക് കിട്ടാതെ ആവുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ. ഞാൻ മരിക്കണതിന് മുമ്പെങ്കിലും അവസ്ഥ ഏറ്റെടുക്കണം എനിക്കുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഏറ്റെടുത്തു, മതി. എനിക്ക് ഞാൻ ചെയ്തൊക്കെ അവസ്ഥക്ക് വേണ്ടിയാണ്. ഞാൻ വഹാബികളെ എതിർത്തത് അവസ്ഥക്ക് വേണ്ടിയാണ്. അവസ്ഥ ആരാ? അവസ്ഥ അഹ്ലുസുന്നയുടെ സുന്നയുടെ സ്ഥാപനമാണ്. അതിലൊക്കെ കടത്തിക്കൂട്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിന് റഹ്മത്തുള്ള അവസ്ഥ പ്രസിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും നടക്കൂല. ഞങ്ങളൊക്കെ അവസ്ഥക്കാരാ. ഇവിടെ കന്നൂട്ടുകളൊക്കെ അവസ്ഥക്കാരാ. ഇതല്ലേ ഒരിക്കൽ മെമ്പർഷിപ്പ് ഉണ്ടോ? അറിയ നിങ്ങളൊക്കെ അവസ്ഥക്കാരല്ലേ? എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. ഇവിടെ പൂളൊക്കെ ഇളക്കണമല്ലോ, എനിക്കിപ്പം ചോറ് വെക്കണമല്ലോ, ഇത് അവസ്ഥക്കാരല്ലേ? എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇവിടെ മലബാറിൽ കന്ന് പൂട്ടുന്നതിൽ 90%, 99% ഇവിടെ കന്നൂട്ടണവും കൃഷിപ്പണിക്കും വാഴക്കും പൂളക്കും മണ്ണിടണോലും ഒക്കെ ആരാ? സമസ്തക്കാരാ. മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. സമസ്തക്കാർ വിഷമുണ്ടാക്കുകയാണെങ്കിൽ ഇവർ വെറുതെ തീർക്കും. എന്നാ പിന്നെ ആരാ? ഞങ്ങളാരാ? ഞങ്ങൾ സമസ്തക്കാര്. ഞങ്ങൾക്ക് മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല. വിവരം അറിയും.
കാരണം ഇതിവിടെ നിലനിന്നാലേ നമ്മളെ കുട്ടികൾക്ക് സുന്നിയായി ജീവിക്കാൻ കഴിയുള്ളൂ. യോഗത്തിന് പോകണതിനേക്കാളും വേഗത്തിന് പോകാത്ത ഞങ്ങളെപ്പോലത്തെ ഉണ്ടാവും. അതും കണക്കായിക്കോളി. യോഗത്തിന് പോകണം, യോഗന്റെ ഇതിന് ചായയും പാമ്പൂരിയെങ്കിലും കിട്ടും. നമ്മൾ യോഗത്തിന് പോകാത്ത അവസ്ഥയാണ്. അതിനെ നോക്കി പാറാവ് നിൽക്കാണ് ഇവിടെ. ഞാനൊരാൾ മാത്രമല്ല, ദശലക്ഷക്കണക്കായ ആളുകൾ സമസ്തക്ക് പാറാവുക്കുന്നുണ്ട്. അതൊക്കെ കൊത്തിക്കോരിക്കൊണ്ട് ഞങ്ങളെ വ്യാമോഹ നടക്കൂല. ഇൻഷാ അല്ലാഹ് തുടങ്ങിയിട്ടുള്ളൂ, ഇനിയുണ്ട് പണി. പണി തുടങ്ങിയ നിങ്ങൾ വിചാരിച്ചോ ഓന്റെ പണി നിന്നും ഇല്ല. വേറെ പണിയെടുക്കുന്നവരുണ്ട്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടാവും. ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് മറുപടി എടുത്ത കുടുങ്ങും. അതിന് അവിടുന്ന് മറുപടി ഇട്ടു. നല്ല ജീവൻ പോകുന്നു വിചാരിക്കണ്ട. ഒക്കെ ഉണ്ട്. ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട്. തിരിയണവർക്ക് തിരിയും. എന്താണ് ഈ പറഞ്ഞത്?